എൻ്റെ പുറകിൽ കാണുന്ന ഇതാണ് ഇറ്റലിയിലെ വളരെ പ്രശസ്തമായ വളരെ പ്രധാനപ്പെട്ട ഫ്ലോറൻസ് നഗരം. ഫ്ലോറൻസ് നഗരം 16-ാം നൂറ്റാണ്ടിൽ റെനൈസൻസ് യൂറോപ്യൻ നവോത്ഥാനം ശരിക്കും ആരംഭിച്ചത് ഇവിടെ നിന്നാണെന്ന് പറയപ്പെടുന്നു, വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മൈക്കലാഞ്ചലോ അടക്കമുള്ള, ബോട്ടിച്ചെല്ലി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കലാകാരന്മാർ, ശില്പികൾ, ചിന്തകർ, ഡാൻ്റെപ്പോലുള്ള എഴുത്തുകാർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലടക്കം വന്നിട്ടുള്ള സഞ്ചാരികൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വളരെ വാസ്തുകലയുടെ ഉത്തമ ഉദാഹരണങ്ങൾ, മനോഹരമായ ഉദാഹരണങ്ങളൊക്കെയുള്ള ഒരു മനോഹരമായ നഗരമാണ്. ആർണോ നദിയുടെ കരയിലാണ് ഈ നഗരമുള്ളത്. അതുപോലെ തന്നെ ഈ നഗരത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്ക് ഒരു കലണ്ടർ ചിത്രത്തിനകത്തോട്ട് കയറുന്ന പോലെ തോന്നും. ഇത് ടസ്കനി പ്രവിശ്യയിലാണ് ഈ ഫ്ലോറൻസ് നഗരം സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നഗരമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കലയെയും സംസ്കാരത്തെയൊക്കെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും കലാകാരന്മാരൊക്കെ തീർച്ചയായിട്ടും ഫ്ലോറൻസ് നഗരം വന്ന് കാണേണ്ടതാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്. ബോട്ടിച്ചെല്ലിയുടെ അടക്കം വീനസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ചിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള, ലോകമാസകലം എത്തിച്ചേർന്നിട്ടുള്ള ചിത്രമാണ് വീനസ്. വീനസിൻ്റെ ഒറിജിനൽ പതിപ്പ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഉഫ്സിയിലാണ്, ഗാലറിയിലാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ വളരെ അതിമനോഹരമായ ഈ പട്ടണത്തിൽ അതിലൊരു അതിൻ്റെ നഗരഹൃദയത്തിൽ ഒരു ചെറിയ പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ആ പള്ളിയിൽ ആണ് കേരളത്തിൽ 16-ാം നൂറ്റാണ്ടിൽ വന്നിട്ടുള്ള ഒരു സഞ്ചാരിയുടെ, ഒരു മർച്ചൻറ്റും സഞ്ചാരിയൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ശവശരീരം അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് വലിയ പ്രമുഖരായിട്ടുള്ള മനുഷ്യർ ഒക്കെ അടക്കുമ്പോൾ, ഇപ്പം മൈക്കലാഞ്ചലോയുടെ അടക്കം പള്ളിയിലാണ് അടക്കിയിട്ടുള്ളത്. അതിപ്പോഴും അവരുടെ വലിയ ചാപ്പലുകളുണ്ട്. പല ആളുകൾക്കും, വളരെ പ്രശസ്തരായിട്ടുള്ള പല കലാകാരന്മാർക്കും ഒക്കെ പള്ളിയുടെ ഉള്ളിൽ ചാപ്പലുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ചാപ്പൽ കാണാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ ചെന്നത്. അപ്പോൾ അത് സൗഹൃദം ഞാൻ നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തെയൊക്കെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഫ്രെസ്കോ ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു പള്ളിയുടെ ചാപ്പലാണ്. അത് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് കറുത്ത കുപ്പായം ഇട്ട് അവിടുത്തെ അച്ഛൻ, ഒരു മലയാളി ലുക്കുള്ള ഒരു അച്ഛൻ. അപ്പം ഞാൻ ഒട്ടും വന്ദിച്ചില്ല, പെട്ടെന്ന് തന്നെ ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ ഞെട്ടി. ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഞെട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓ മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം തന്നെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം കോട്ടയംകാരനാണ്. ആ പള്ളിയിലെ ഉള്ള 3 അച്ഛന്മാരും മലയാളികളാണ്. അപ്പോൾ ആ പള്ളി, അതായത് ഈ ഫ്ലോറൻസ് നഗരമധ്യത്തിലുള്ള ഈ പള്ളിയിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സഭയുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കതത്ര എനിക്കതത്ര മനസ്സിലായില്ല സഭയുടെ പേര്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചെന്നപ്പോഴാണ് അദ്ദേഹം ആ സഭയുടെ പേര് എനിക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്തത്. അപ്പോൾ അത് വല്ലോംബ്രോസൻ സഭയാണ്, വല്ലോംബ്രോസൻ ബെനഡിക്റ്റ് സഭയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വല്ലോംബ്രോസൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ടസ്കനി റീജിയനിലുള്ള വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ സഭ ആരംഭിക്കുന്നത്. ഈ സഭ ആരംഭിച്ച വർഷമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് ഞെട്ടും. അത്ര പഴക്കമുള്ള ഒരു സഭ. ആ സഭ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ പെട്ടെന്ന് വിളിച്ച് ചോദിച്ചു, എടാ ഇങ്ങനെ ഒരു സഭയുണ്ട്. അപ്പം അദ്ദേഹം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിതെവിടെയോ ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലും, കോട്ടയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലായിട്ടുള്ള കാരിത്താസ് ഹോസ്പിറ്റൽ യഥാർത്ഥത്തിൽ വല്ലോംബ്രൻ സഭ ആണ് നടത്തുന്നത്. അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആയിരക്കണക്കിന് ഇറ്റാലിയൻ സഭകൾ കേരളത്തിൽ, പലതരത്തിലുള്ള സഭകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഈ
പാവപ്പെട്ടവരുടെയും ദളിതരുടെയൊക്കെ ഇടയിൽ ഒരു ഇറ്റാലിയൻ പ്രീസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അത് കണ്ണൂർ ചിറക്കൽ മിഷനാണ്. അപ്പം ആ രീതിയിൽ ഇറ്റലിയിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള സഭകൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു അറിവ് ആണ് എനിക്ക് വളരെയധികം, എന്താ പറയുക, അതൊരു എത്ര വൈവിധ്യപൂർണ്ണമാണ് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനിറ്റി എന്നെനിക്ക് മനസ്സിലായി. ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം പോർച്ചുഗീസുകാർ ഇപ്പം 1498 വാസ്കോഡി ഗാമ കേരളത്തിൽ വന്ന് കപ്പലിറങ്ങുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പാദ്രിമാരെയും കൊണ്ടാണ് വരുന്നത്. പക്ഷേ ആ സമയത്ത് കേരളത്തിൽ ഓൾറെഡി ക്രിസ്ത്യാനിറ്റി ഉണ്ട്. കാരണം കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി വന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്നല്ല. അതിനു മുമ്പ് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി അവിടെ അറൈവ് ചെയ്തിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം അത്രയ്ക്കും വൈവിധ്യപൂർണമായ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്കുള്ളത്, മറ്റു മതങ്ങളെയൊക്കെ പോലെ തന്നെ. അപ്പം നമ്മൾ ഇപ്പം പല വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഈ വൈവിധ്യപൂർണമായ ചരിത്രം, നമ്മുടെ മലയാളിയുടെ ചരിത്രം ഇത്ര വൈവിധ്യപൂർണമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഓരോ ചെറിയ ഇപ്പം ഇറ്റലിയിലെ ഒരു ചെറിയ സ്ഥലത്തു നിന്നുണ്ടായ ഒരു സഭ, ടസ്കനിയുടെ ഒരു ചെറിയൊരു സ്ഥലത്തു നിന്നുണ്ടായ ആ സഭ ആണ് കേരളത്തിൽ അതൊരു വാക്കായി തന്നെ വല്ലോമ്പ്രക്കാരുണ്ട്, വല്ലോമ്പ്രയിലാണെന്നൊക്കെ പറയുന്ന പോലെ ഉള്ള രീതിയിലേക്ക്, ഒരു മലയാളത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്രയ്ക്കും വൈവിധ്യപൂർണ്ണമാണ് നമ്മുടെ മലയാളിയുടെ ചരിത്രം എന്ന് പറയാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഇപ്പം ഈ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളത് ഒരു ആഗോള തലത്തിലുള്ള ഒരു കൊളോണിയലിസം ഒക്കെ ആയിട്ട് മാത്രം ചേർത്ത് വായിക്കുന്ന രീതിയിൽ ഒരിക്കലും മലയാളിയുടെ ഒരു ക്രിസ്തീയ ചരിത്രത്തെ വായിക്കാൻ കഴിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പം സിറിയയിലെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ അതിഥിയായിട്ട് സിറിയയിലുള്ള ഒരു പാപ്പ കേരളത്തിൽ എത്തിച്ചേരുന്നത്. ഔദ്യോഗിക അതിഥിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ യാത്ര വെട്ടിച്ചുരുക്കി തിരിച്ചു പോവുകയാണ്. അപ്പം അത്രയ്ക്ക് വൈവിധ്യപൂർണ്ണമാണ് നമ്മുടെ ഓരോ ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം കേരളവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓരോ കാര്യത്തിൽ സമീപിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഗ്ലോബലായിട്ടൊക്കെ വായിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി വന്നത് കപ്പലെ കൊണ്ടുവന്ന് ഇറക്കിയതാണെന്ന്. അങ്ങനെയൊന്നും അല്ല. അത്രയ്ക്ക് വൈവിധ്യപൂർണ്ണമാണ് നമ്മുടെ മലയാളിയുടെ ചരിത്രം എന്ന് പറയാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങൾ, ഇപ്പം ഫ്ലോറൻസിലെയും ഇറ്റലിയിലെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിലുള്ള നമ്മുടെ മലയാളി ചരിത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനിയും കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ തരത്തിൽ വൈവിധ്യപൂർണ്ണമായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന ഓരോ ചെറിയ വാക്കുകളുടെ ഓരോ ചരിത്രവുമായി ബന്ധപ്പെട്ട് തന്നെ അത് യൂറോപ്പിലെ ഏതെങ്കിലും ചെറിയൊരു സ്ഥലത്തിൻ്റെ പേരാകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പങ്കുവെക്കുക. നന്ദി.